ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം. വിപ്രപത്നി അനുഗ്രഹ ലീല. വിഷ്ടപത്രാണ നിപുണൻ ജഗൽപതിക്കിഷ്ടരാം ഗോപാല ബാലകന്മാരവർ ക്ഷുത്രുകൊണ്ടാർത്തരായി ചത്തുമോ ഹരേ ഗുരുവായൂരപ്പ ക്ഷുത്തുകൊണ്ടാർത്തരായി ചത്തുപോം ഇപ്പോഴെന്നോർത്തു പറഞ്ഞു കുമാരകന്മാരിതം. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര തൃഷ്ണ വിശപ്പു സഹിക്കരുതാർക്കുമേ. ഏവം ഗിരം കേട്ടു ദേവദേവൻ പരൻ ദേവകീ നന്ദനൻ കാരുണ്യവാരിധി ഷഡ്ഭാവഹീനൻ ഷഡൂർമി വിരഹിതൻ ഉത്ഭവനാശവിഹീനൻ അരുൾ ചെയ്തു. ഭക്തരാം വിപ്രരും തൽപത്നിമാരുമായി സത്രമാരംഭിച്ചിരിപ്പുണ്ടടുക്കവേ. യജ്ഞശാലയ്ക്കൽ ഗമിച്ച് അന്നമർത്ഥിപ്പിൻ അജ്ജനം ചൊല്ലുന്നതും കേട്ടുപോരുവിൻ എന്നതു കേട്ടൊരു ഗോപാലബാലരും ചെന്നു വന്ദിച്ചു ചൊന്നാരവരോടിതം. നന്ദജന്മാർ പശുവൃന്ദങ്ങളോടൊത്തു വന്നു പാർക്കുന്നു ഗോപാലരുമായി വനെ. ക്ഷുത്തുകൊണ്ടേറ്റം തളർച്ചയുമുണ്ടതിനുത്തമരാം നിങ്ങൾ അന്നം തരേണമേ. ഏവങ്കിരം കേട്ടു ഭൂസുരാരുമേ ചാരുഗോപാലരോടൊന്നും പറഞ്ഞില്ല. ബാലിശന്മാരവർ കാലഭ്രമം കൊണ്ടു മൂലമറിയായികയാലെന്നുമുണ്ടെടോ. ബാലകന്മാർ ചെന്നു കൃഷ്ണനോടിക്കഥ ചാലവേ വേഗാൽ പറഞ്ഞോരനന്തരം ദേവദേവേശൻ മുകുന്ദൻ ജനാർദ്ദനൻ ദേവകീസൂനു ചിരിച്ചരുൾ ചെയ്തിതു. മത്സ്വരൂപത്തെയും ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതെ തൽപത്നിമാരുടെ ചിത്തത്തിലേവം ഗ്രഹിപ്പിക്ക നിങ്ങളെന്നുത്തമൻ വാക്കുകേട്ടോരു ഗോപാലരും ചെന്നു പറഞ്ഞതു കേട്ടു ഭക്ത്യാ പുനരൊന്നിച്ചു പത്നിമാർ കൂടെ പുറപ്പെട്ടു. മാനസശുദ്ധിയോടന്നാദികളെടുത്താനയിക്കുമ്പോൾ തടുത്തിതു വിപ്രരും ആയതിന്നേതുമേ നിന്നീലവർകളും മായാമയൻ കൃഷ്ണസന്നിധൗ ചെന്നവർ. കായാമലർപ്രഭവെല്ലും നിറത്തൊടും ചായലും പിഞ്ചവും കൂടി ബന്ധിച്ചതിശോഭനമാം തിലകോജ്വല ഭംഗിയും സുന്ദരാപാങ്കാനനാഭയും നാസയും കുന്തപുഷ്പപ്രഭ വെല്ലുന്ന ദന്തവും ചെന്തൊണ്ടിവായ് മലർകുണ്ടല ഗണ്ഡങ്ങൾ ചന്തമെഴും വനമാലയും മാലയും പീതവസനവും രത്നകാഞ്ചി മറ്റും ചേതോ വിമോഹന നൂപുരഭംഗിയും കങ്കണം തോൾവള രത്നാങ്കുലീയവും പങ്കജം വേണുവും കൈകളിലെങ്കിലും തൻ കരമൊന്നു ശ്രീദാമുതന്നുടെ ഗന്ധരെ വച്ചു ഗോപാലരെ നോക്കിയും യോഗേശനാം കൃഷ്ണനെ കണ്ടൊരു യോഗിനിമാരതിഭക്തിയാ വണങ്ങിനാർ. നേത്രം സഫലം നമുക്കെന്നു ചിന്തിച്ചു നേത്രേണ കൃഷ്ണഗാത്രം അകത്താക്കിനാർ. ചിന്തിച്ചിരുന്നു യഥേഷ്ടമെല്ലാം അവരന്തരമെന്നി ലഭിച്ചു നൃപോത്തമാകാരുണ്യമൂർത്തിയാം കൃഷ്ണനങ്ങാരണനാരികളോടും കാരുണ്യമൂർത്തിയാം കൃഷ്ണൻ അങ്ങാരണനാരികളോടൊരു മന്ദഹാസാന്വിതം മന്ദം പറഞ്ഞു. സുഖമല്ലി എല്ലാവർക്കും മന്നിടത്തിൽ അതിമുഖ്യരല്ലോ നിങ്ങൾ. എന്നാൽ ഇനി എന്തു വേണ്ടതു ചൊല്ലുവിൻ തന്നുടെ ഭർത്തൃപുത്രാദി സകലവും നന്നായി ഉപേക്ഷിച്ചു ചിത്തത്തിൽ എന്നെയും വന്ദിച്ചുറപ്പിച്ചുകൊണ്ട് വഴി പോലെ വന്നതു മൂലം അതിദുഷ്ടനായി ഞാൻ അന്യമുപേക്ഷിച്ചു സേവിപ്പവർക്കെന്നും വന്നുകൂടാ ജന്മസംസാര ദുഃഖവും. ഭക്തിയോടെന്നെ ഭജിക്കുന്നവർക്കാശു മുക്തി കൊടുക്കും അതിനില്ല സംശയം. നല്ലതു മേന്മേൽ ഭവിക്കുമേ നിങ്ങൾക്കു കല്യാണഗാത്രിമാരെ ഗമിച്ചിടുവിൻ. യജ്ഞഭംഗം വരുത്തിയിടരുത് എന്നു കേട്ട അജ്ഞരല്ലാതവർ ചിന്താവിഷണ്ണരായി ചൊല്ലിനാർ. കൃഷ്ണ കൃപാബ്ധേ മനോഹര മല്ലവിലോചന ചൊല്ലരുതിത്തരം ത്വൽസാവകാശം പുനരംഗസംഗമം ത്വൽപാദസ്പർശനം മോക്ഷപ്രദമതു ഉൾപ്പൂവിലെത്ര നാളുണ്ടു തവ രൂപം ഇപ്പോലെ ധ്യാനിച്ചിരിക്കുന്ന ഞങ്ങളോടിപ്പൊഴിവണ്ണം പറയാതെ വേഗേന ത്വൽപാദ പങ്കജമെങ്ങൾ തന്മൂർധനിജിൽ പുമാനായ നീ വെച്ചുകൊള്ളേണമേ. സൽപുരുഷ പ്രഭോ സേവാഫലപ്രദ നിൻപദാംഭോരുഹ സ്പർശനാലയങ്ങളെ അമ്പോടുപേക്ഷിച്ചു ബന്ധുക്കളെങ്കിലോ തുമ്പകമ്പങ്ങളന്യേ നിൻപദമൂലേ തമ്പുരാനെ വസിച്ചിടാമതേ നല്ലു. ഏവം ദ്വിജവര നാരിമാർ വാക്കുകേട്ട വിർമുദ ഭക്തവത്സരൻ ചൊല്ലിനാൻ.
എങ്കലേദത്തമായോരു മനോഭക്തി തങ്കലുള്ളോർക്കു ഞാനും പ്രിയനാമതു. അന്യോന്യം അംഗസംഘാനുരാഗാദികൾ എന്നിലെ ഞാൻ അവർ തന്നിലും നിശ്ചയം. സർവവും എങ്കലിരിക്കുന്നു ഞാനും സർവത്തിലും ഇരിക്കുന്നിതു നിത്യമായി. ഏവമല്ലോ പരമാർത്ഥമിനി നിങ്ങൾ ഏവമല്ലോ പരമാർത്ഥം. ഇനി നിങ്ങളേവരും പോയി യജ്ഞവാടം പ്രവേശിക്ക. വന്ദിച്ചു ഭഗ്നിമാർ കൃഷ്ണനെ മാനസം തന്നിലാക്കിയവർ ശാല പുക്കിയിടിനാർ. യജ്ഞാധിപനായ ബ്രാഹ്മണൻ തന്നെ യജ്ഞാധിപാംഗന കൃഷ്ണനെ കാണാതെ യജ്ഞകർമ്മത്തെയും ഭൂസുരൻ തന്നെ ആജ്ഞയും ലംഘിക്കരുതാഞ്ഞവൾ പിന്നെ നാരായണനെ സ്മരിച്ചു. മരിച്ചുടൻ പാരാത സദ്ഗതി വന്നിത് അത്യത്ഭുതം. കേശവൻ തന്നെ ശബ്ദഗ്രഹണേന പാശങ്ങൾ തീർന്നുടൻ മുക്തി ലഭിക്കയാൽ മാധവനെ സദാ വാങ്മനക്കർമ്മഭിസേവിപ്പവർക്ക് എന്തു ചൊല്ലേണ്ടു മന്നവ. ആരണനാരിമാർ നൽകിനോരന്നവും പൂരണമാറു ഭക്ഷിച്ചു തൃപ്തരായി ഗോവിന്ദരാമാദി ബാലകന്മാരവർ ഗോവൃന്ദമോടു വ്രജം ബുക്കിതദ്ദിനം. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകനാഥൻ മനുജാകൃതി കൈക്കൊണ്ടു ഓരോരോ ലീലകളിൽ വണ്ണമൊക്കെയും നാരായണൻ വരം ചെയ്യുന്നു മായയാ. ആരണേന്ദ്രന്മാർ അറിഞ്ഞു മുകുന്ദനെ കാരണനായ നാരായണൻ എന്നതും ആരണർ തമ്മിൽ പറഞ്ഞു തുടങ്ങിനാർ. കാരണമെല്ലാറ്റിനും ജഗദീശ്വരൻ നാരായണനായ കൃഷ്ണനിൽ കർമ്മങ്ങൾ നേരെ സമർപ്പിക്ക വേണം. എല്ലാവരും മൂലം നനക്കിലോ വൃക്ഷങ്ങളെല്ലാം തെളിഞ്ഞാലോ ഫലം വേണ്ടതൊക്കവേ സിദ്ധമാം. കർമ്മധർമാദികൾ മൂലമറിയാതെ ജന്മങ്ങൾ ഏറെ നാൾ ചെയ്യിലും നിഷ്ഫലം. കേവലം വേദമൂലാധാര കൃഷ്ണനെ സേവിച്ചില്ലെന്നല്ല ദോഷവും വന്നിതു. ശുദ്ധിയില്ലാതൊരു നാരിമാർക്കൊക്കവേ ശുദ്ധനാം കൃഷ്ണങ്കൽ ഉത്തമ ഭക്തിയും സിദ്ധിച്ചിതു ഉത്തമം അത്യത്ഭുതം എന്നു ബുദ്ധിയിൽ ഓർത്തു പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം ശുദ്ധി വരുവാൻ നമസ്കൃത്യ വന്ദിച്ചു ഭക്തിയാ മുകുന്ദനെ സേവിച്ചു. വിപ്രരും കർമ്മങ്ങളും കർമ്മസാക്ഷിയും കർത്താവും നിർമ്മലൻ കൃഷ്ണൻ സമസ്തം എന്നോർത്തവൻ കന്മഷാധീശനാംഭോജാധിപങ്കലേ കന്മഷഭീതികൾ വന്നു തടുക്കയാൽ ജന്മമരണ നിവൃത്തി ചെയ്യും വരൻ ചിന്മയൻ കൃഷ്ണനെ കണ്ടീല വിപ്രരും. ഹരേ കൃഷ്ണ ഹരേ നാരായണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.